ഈശോയിൽ ഏറ്റവും സ്നേഹനിറഞ്ഞവരെ, ഉയർപ്പുകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ. എപ്രകാരമാണ് ഈശോ തന്റെ പരസ്യ ജീവിതത്തിന്റെ മധ്യകാലഘട്ടത്തിൽ 72 പേരെ തെരഞ്ഞെടുത്ത് തന്റെ വരവിന് മുന്നോടിയായി ഈശോ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്കൊക്കെ അയച്ചത് എന്നതിനെ കുറിച്ച് ലൂക്കാസ് സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മറ്റ് സുവിശേഷങ്ങളിൽ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. മത്തായിയുടെയോ മർക്കോസിന്റെയോ യോഹന്നാന്റെയോ സുവിശേഷത്തിൽ ഈശോ ഇങ്ങനെ പരസ്യ ജീവിതത്തിനിടയിൽ 72 പേരെ അയക്കുന്നതായിട്ട് ഒരു ഭാഗം പറയുന്നില്ല. എന്തുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകൻ മാത്രം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദ വ്യാഖ്യാനങ്ങൾ പറയും. നമുക്കറിയാം, ലൂക്ക എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വ്യക്തമായി പഠിച്ച ശേഷം എല്ലാം വിശദമായി എഴുതുകയാണ് എന്ന് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോയുടെ ജീവിതത്തെ കുറിച്ച്, അവിടുത്തെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് പ്രവർത്തിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളെ കുറിച്ച് വിശദമായ പഠനം ലൂക്കാ സുവിശേഷകൻ നടത്തിയതുകൊണ്ടാണ് സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായതും മറ്റ് സുവിശേഷങ്ങളിൽ ഇല്ലാത്തതുമായ കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നതെന്ന് വിശുദ്ധ പണ്ഡിതർ പറയും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ കുറിച്ചും അമ്മയുടെ ജീവിതത്തിലെ മംഗളവാർത്ത തുടങ്ങിയ പ്രധാന സംഭവങ്ങളെ കുറിച്ചുമൊക്കെ ലൂക്കാ സുവിശേഷകൻ വിശദമായിട്ട് പറയുക. ഒരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ സുവിശേഷത്തിൽ കടന്നു വരണമെങ്കിൽ അതിന് പിറകിൽ ദൈവത്തിന്റെ നിയതമായ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശിഷ്യരെ അയക്കുന്ന സംഭവം ഇവിടെയെല്ലാം ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഉയർപ്പുകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്രിസ്തുവിന്റെ ഉദ്ധാനം നമുക്ക് പകർന്നു തരുന്ന ഏറ്റവും സവിശേഷമായ കാര്യം അവന്റെ സമാധാനം നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ എന്ന ആഹ്വാനവുമായിട്ടാണ് ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ പരസ്യജീവിതത്തിന്റെ അവസാനം, ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ഈശോ തന്റെ അഭിസംബോധന, ശിഷ്യ സമൂഹത്തെ എപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ദൈവരാജ്യ സ്ഥാപനത്തിന്റെ അടയാളമാണ് സമാധാനം എന്ന് പറയുക. അതായത് നമ്മളുടെയൊക്കെ ജീവിത വഴികളിൽ ക്രിസ്തുവിനെ അറിഞ്ഞവൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, ക്രിസ്തുവിൽ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ് അവൻ അനുഭവിക്കുന്ന സമാധാനവും അവൻ പകരുന്ന സമാധാനവും. 2 വിധത്തിലുണ്ട്. ആന്തരികമായ സമാധാനവും ബാഹ്യമായ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന സമാധാനവുമുണ്ട്. ഒരുവൻ ഉള്ളിൽ ശാന്തത അനുഭവിക്കുന്നവനാണെങ്കിലേ, ഈ ദൈവികമായ സമാധാനം ഉള്ളിൽ പേറുന്നവനാണെങ്കിലേ അവന്റെ ഇടപെടലുകൾ, അവൻ സമൂഹത്തിലും കുടുംബത്തിലും എവിടെയായിരുന്നാലും മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവരായിട്ട് മാറാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ സാധാരണമായ ജീവിത വഴികളിൽ പ്രായമായ അമ്മമാരൊക്കെ പലപ്പോഴും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ അവരാണ് കൂടുതലായിട്ടും പറയുക, എനിക്ക് ഇച്ചിരി മനസ്സമാധാനം തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലേ? ഇവിടെ വീട്ടിലായിരിക്കില്ല, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള വീട്ടിലായിരിക്കും. ഏതൊരു വീട്ടിലാണെങ്കിലും ഇന്ന് എനിക്ക് ഇച്ചിരി മനസ്സമാധാനം തരുമോ, ചേട്ടന്മാരെങ്കിൽ കുറച്ച് ചോദിക്കാറ്. പക്ഷേ അമ്മമാരാണ് പലപ്പോഴും പറയാറുള്ളത്. അല്ലേ? കുഞ്ഞുങ്ങൾ കുസൃതി എടുക്കുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, വഴക്കൂടുമ്പോൾ ഒക്കെ പറയും, എനിക്ക് എൻ്റെ തലയ്ക്ക് ഇച്ചിരി സ്വസ്ഥത തരുമോ, ഇച്ചിരി സമാധാനം തരുമോ എന്ന് ചോദിക്കാത്തവർ കുറവായിരിക്കാം. സഹോദരങ്ങളെ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ സാധാരണമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. അതായത് നമ്മൾ സമാധാനത്തോടെ ആയിരിക്കുമായിരുന്നു, ഇപ്പൊ ശരീരത്തിൽ ഒരു രോഗം വന്നു, നമുക്ക് വരാം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വരാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള തകർച്ച വന്നു,
നമ്മളുടെ സ്വാഭാവികമായ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. ഈ സമാധാനം നഷ്ടപ്പെടുന്ന അവസരങ്ങളെ വ്യക്തമായും വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സുവിശേഷ ഭാഗം നമുക്ക് ഒരുപാട് ഉപകരിക്കും. ഇതാണ്, നിങ്ങൾ ഏത് ഭവനത്തിൽ കടന്നു ചെന്നാലും അവിടെ സമാധാനം ആശംസിക്കുവാൻ, സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം സ്വീകരിക്കപ്പെടും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോരും. നമുക്കറിയാം, ഭവനം എന്നുള്ളത് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ എല്ലാം പ്രതിദാനം ചെയ്യുന്ന കാര്യമാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെ, ചിലര് സ്തുതി ചെല്ലുമ്പോ തിരിച്ച് സ്തുതി ചെയ്യാനായിട്ട് ഒക്കെ മറന്നു പോകും. ചിലരാണ് അച്ഛനെ കാണുമ്പോൾ നമസ്കാരം എന്ന് പറയും അല്ലെ. നമ്മൾ അച്ഛൻ വാർത്ത വായിക്കുന്ന പോലെയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഈശ്വരശികാരിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഈ സമാധാനമാണ് യഥാർത്ഥത്തിൽ ആശംസിക്കുന്നത്. കാരണം ക്രിസ്തുവാണ് സമാധാനം. ക്രിസ്തുവെ അപ്പുറവും ക്രിസ്തുവെ ഇപ്പുറവും സമാധാനമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മൾ 4 തവണ ഈ സമാധാന ആശംസ നൽകുന്നുണ്ട്. 3 തവണ വാക്കുകളിലൂടെയും 4ാമത്തെ തവണ ഔദാശികമായിട്ടും. ആദ്യം വിശുദ്ധ സുവിശേഷം വരുന്ന കാർമികൻ വിശുദ്ധ ഗ്രന്ഥം വെച്ചിട്ട് ആശീർവദിക്കുക പറയുന്നത് സമാധാനം നിങ്ങളോട് കൂടെ എന്നാണ്. രണ്ടാമത് നമ്മൾ വെളിവേല പ്രവേശനത്തിന് ശേഷം വിശുദ്ധ കൂദാശ ഭാഗത്തേക്ക് അനാപരയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ പ്രണാമ ജപം ചൊല്ലിയ ശേഷം തിരികെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് സമാധാനം ആശംസിക്കുകയും ആ സമയത്ത് ശുശ്രൂഷി പരസ്പരം സമാധാനം ആശംസിക്കുവാനുള്ള ആഹ്വാനം നൽകുകയും ചെയ്യും. മൂന്നാമത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപ് സ്വർഗ്ഗസ്ഥനായ പിതാവേ പ്രാർത്ഥന ചൊല്ലിയ ശേഷവും തിരിഞ്ഞ് ദൈവജനത്തോട് സമാധാനം ആശംസിക്കുന്നുണ്ട്. നാലാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശംസ. അത് വാക്കുകളിലൂടെയല്ല, മറിച്ച് ഉദ്ധിതനായ ക്രിസ്തുവിനെ ദിവ്യകാരുണ്യത്തിലൂടെ സമാധാനമായിട്ട് പകരുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ഈ പരിശുദ്ധ ബലിയർപ്പണത്തിന്, ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക്, ഈ അൾത്താരയുടെ മുമ്പിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്റെ പാടുവീണ സഹനങ്ങളിലൂടെ നേടിയെടുത്ത നിത്യമായ സമാധാനത്തിൽ പങ്കുകാരായി മാറുവാനും ഈ സമാധാനത്തെ സ്വന്തമാക്കുവാനും ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ടുകൊള്ളുന്ന വ്യക്തികൾക്ക് ഈ സമാധാനം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമാകുന്ന ഇടമാണ്. അതൊരു വ്യക്തിയിലാകുമ്പോൾ അത് ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവഹിതത്തിനകത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും നിർവഹിക്കുമ്പോൾ ദൈവഹിതത്തിനൊത്ത്, അതായത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല, നമ്മുടെ താല്പര്യം അനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും നമ്മൾ നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വ്യക്തമായും ദൈവരാജ്യത്തിന്റെ ഭാഗഭാഗങ്ങളായിട്ട് മാറുകയാണ്. ഈ ദൈവരാജ്യം നമ്മളിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളായിരിക്കുന്ന ഇടങ്ങൾ സമാധാനത്തിന്റെ ഇടങ്ങളായിട്ട് മാറുക. അതായത് നമ്മുടെ സാന്നിധ്യവും നമ്മളുടെ സംസാരവും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ കടന്നു വരുന്നത് തന്നെ സമാധാനത്തിലാണെങ്കിൽ നിശ്ചയമായും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. സംഘടനയുടെ ഈ ബലിയർപ്പണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മളുടെ എല്ലാ അസ്വസ്ഥതകൾക്കും, നാളെയെ കുറിച്ചുള്ള നമ്മുടെ ആകുലതകൾക്കും, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാം ഉത്തരം ക്രിസ്തുവിൽ കണ്ടെത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളോ, ഈ പ്രതിസന്ധികളോ, ഈ രോഗങ്ങളോ, അല്ലെങ്കിൽ ഈ കടബാധ്യതകളോ ഇതൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് പല രീതിയിൽ ഇത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ക്രിസ്തുവിനായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറമാണ് അവന്റെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് കഴിയുക. അതായത് ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, ഏത് ആകുലതകൾ അകറ്റിയാലും, നാളെയെ കുറിച്ചുള്ള ഏത് ഉത്കണ്ഠകളുടെ നടുവിലാണോ ജീവിക്കുന്നതെങ്കിലും അവന്റെ ഉള്ളിൽ അവൻ പേറുന്ന ക്രിസ്തു സാന്നിധ്യം ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ആകുലതകളെയും എല്ലാം മറികടക്കുവാൻ അവനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കും. സംഘടനയുടെ ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് സമാധാനമായ ക്രിസ്തുവിനെ ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം സ്വന്തമാക്കുന്നത് അവൻ പകർന്നു തരുന്ന സമാധാനത്തിന്റെ പൂർണ്ണതയാണ്. നമുക്ക്
നിന്റെ സമാധാനം എന്നിൽ നിറയുവാൻ, എന്നിൽ നിറയുന്ന സമാധാനം ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ കണ്ടുകൊടുക്കുന്ന വ്യക്തികൾക്കൊക്കെ പകർന്നു കൊടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉചിതനായ ക്രിസ്തുവിന്റെ സമാധാനം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടാവട്ടെ. ആമേൻ.